സ്ട്രോബെറി കാർഡ് അതാണ് കേട്ടോ ഇന്നത്തെ ക്രാഫ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു സർക്കിളാണ്. അതിൽ 1 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കണേ. ഇനി അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന 2 സ്കെച്ച് പെന്നും 2 പെൻസിൽ കളറുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഇങ്ക് പെന്നും കൂടിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ സർക്കിളിനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട്. ഇനി അതിനെ ഒരു വട്ടം കൂടെ മടക്കി കൊടുക്കുക. അപ്പം ഈ ഒരു രീതിക്ക് ഫോം ചെയ്യും. ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് ഇങ്ക് പെന്ന് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ട്രോബെറീൻ്റെ ഒരു ഔട്ട്ലൈൻ ഇവിടെ വരച്ചെടുക്കാം കേട്ടോ. സ്ട്രോബെറി ഔട്ട്ലൈൻ വരച്ചെടുക്കുന്ന സമയത്ത് അതൊന്ന് കട്ടിക്ക് കൂടെ വരച്ച് കഴിഞ്ഞാൽ മറ്റ് സൈഡിലേക്ക്, അതായത് ആ 4 സൈഡിലേക്കും കൂടെ അത് സ്പ്രെഡ് ആവും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അവിടെയും കൂടെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഞാൻ അതിനൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ട് 4 വശത്തും വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു സ്ട്രോബെറീൻ്റെ ഒരു ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ, അതാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. പിന്നെ അതിൽ ഡോട്ട് ഡോട്ട് പോലെ കൂടെ വരയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിക്ക് തന്നെ വരച്ച് കൊടുക്കണേ. മറ്റ് 2 സൈഡ് ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും കേട്ടോ. അത് ഇനി ഈ ഒരു രീതിക്ക് നമ്മൾ മടക്കിയെടുക്കണേ. എന്നിട്ട് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ ഉൾവശത്തേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇത് മാറും. ഇനി ബാക്കി വന്ന ഭാഗം ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി കളറിംഗ് ആണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് റെഡ് കളർ പെൻസിൽ കളർ എടുത്തിട്ട് ഞാനൊരു ബേസ് കോട്ട് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിക്ക് വേണം കേട്ടോ കളറൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത്, നമ്മളൊരു സ്ട്രോബെറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, അതേ രീതിക്കാണ് വരച്ചത്. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോഡ്സാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് എഴുതാവേ. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു സ്ട്രോബെറീൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ അവിടെ ഒന്ന് കൊടുക്കണം. അതും കൂടെ കൊടുക്കുക. ഞാനിവിടെ പെൻസിൽ കളർ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് സ്കെച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിരിക്കും, അതായത് മൊത്തം കൊളാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ എവിടെയൊക്കെയാണോ പെൻസിൽ കളറിൽ റെഡ് കൊടുത്തിട്ടുള്ളത് അവിടെ അതേ രീതിക്ക് കൊടുക്കുക. ഉള്ളിലും സെയിം രീതിക്ക് തന്നെ കളർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കാണ് ഇത് വരാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രോബെറി കാർഡ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.